നിമിഷ ജീവിത മുഹൂർത്തങ്ങൾ മനസ്സിലുയർത്തും വികാരങ്ങൾ മറക്കുവാനാകാത്ത നിമിഷങ്ങൾ മറയ്ക്കുവാനാകാത്ത കനലുകൾ 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 കനലുകൾ. ഈ ഫോമിലൊക്കെ ഒന്ന് സൈൻ ചെയ്യാനുണ്ട്. ആ ഇതാ ഇവിടെ ഒരു ഒപ്പിട്ടുള്ളൂ. എവിടെ എവിടെ എവിടെ? ആ ശരി ശരി. ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് സിഗ്നേച്ചർ കൂടെ വേണം. ഇവിടെ വെരി ഗുഡ്. ഇനി രണ്ടെണ്ണം കൂടെ അതെ ഇവിടെ കൂടെ ഒരു ഒപ്പിട്ട്. ശരി ശരി. ഓക്കെ ഓക്കെ. ഇതെന്നപ്പോ തിരിച്ച് കിട്ടി തുടങ്ങുക? 1 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടി തുടങ്ങും. മുതൽ അവിടെ കിടക്കും. 3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും. ഇതുവരെ റെഡി ആയില്ലേ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മക്കളെ, അപ്പൂപ്പൻ ഇപ്പൊ വരാം. നമസ്കാരം മാഷേ. നമസ്കാരം. ഒരു കാര്യം അറിയാനാ. എന്താ കാര്യം? ഈ ധനവർദ്ധിനി കമ്പനിയുടെ ഏജന്റ് ഇവിടെ എവിടെയാ താമസിക്കണേ? ഇവിടെ അങ്ങനെ ആരുമില്ലല്ലോ. എന്റെ 50,000 രൂപയാ പോയത്. 1 കൊല്ലം കഴിഞ്ഞ് ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞാ ചേർത്തത്. 3 കൊല്ലായിട്ടും ഒരു വിവരവും ഇല്ല. എന്നാ ശരി. നീ എന്താ ഇവിടെ? വാ കേറി ഇരിക്ക്. ഇരിക്കാനൊന്നും നേരില്ല, നീ കൂടെ വാ. ഒരാളെ കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പൊ വരാം. നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഇതെന്താ എല്ലാവരും കൂടി? പിരിവിനാണെങ്കിലേ നിൽക്കണ്ട. ധനവർദ്ധനയിൽ പണോട്ട് വരാം. 3 കൊല്ലമായിട്ട് യാതൊരു വിവരവുമില്ല. ഓഹോ, ആ കമ്പനിയുടെ ആള് ഇവിടെ എവിടെയോ താമസിക്കണേന്ന് അറിഞ്ഞു. അയാൾ അന്വേഷിച്ചിറങ്ങിയതാ. ഈ ചേട്ടൻ വീടും പറമ്പും പണയം വെച്ചാ കാശ് കൊടുത്തത്. അതിനിപ്പോ ജപ്തി നോട്ടീസ് വന്നിരിക്കുക. ഓ അയാളോ? അയാളിവിടെ താമസിച്ചിരുന്നു. പക്ഷേ അയാൾ പോയിട്ട് കാലം എത്രയായിപ്പോ? അയാൾ എവിടെയാണെന്ന് അറിയോ? അറിയില്ലല്ലോ. ഇപ്പൊ ആളെങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നും പറ്റിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വല്ല പരാതി കൊടുക്കാം. അതുകൊണ്ടൊക്കെ എന്താവാനാ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം. എന്താ വല്ല തുമ്പും കിട്ടിയോ? അയാള് പറ്റിച്ചെന്ന് തോന്നണേ. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? അതുകൊണ്ട് എന്ത് കാര്യം? ആദ്യം തന്നെ പണം തട്ടിപ്പിന്റെ കെണിയിൽ തലവെച്ചു കൊടുക്കാതിരിക്കുക. ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്.